സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും റീലുകളിൽ വന്നിട്ടുള്ള വ്യക്തികളാണ് ഗംഗ മീനാക്ഷി. റിയാലിറ്റി ഷോയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഗംഗയെ സുപരിചിതയാകുന്നത്. നെഗറ്റീവ് കമന്റുകളെ കണ്ടന്റുകളാക്കി റീൽ ചെയ്യുന്ന ഗംഗയ്ക്കൊപ്പം അച്ഛൻ മനോജ് കുമാറും അമ്മ രാജലക്ഷ്മിയും എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു കുടുംബത്തെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. രാജലക്ഷ്മി നാടക നടി കൂടിയാണ്. അച്ഛൻ ലോഡിംഗ് തൊഴിലാളിയും. റീലിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഇവരുടെ വീഡിയോകളൊക്കെ വൈറലായതോടുകൂടി ഈ അടുത്തിടെ ഇവരൊരു അഭിമുഖത്തിൽ പങ്കെടുത്തു. പക്ഷെ പറഞ്ഞിട്ടുള്ള കാര്യം പലരെയും വേദനിപ്പിക്കുന്ന തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഗംഗ ഉൾപ്പെടെയുള്ള എൻ്റെ 3 മക്കളുടെ അച്ഛൻ ഇദ്ദേഹമല്ല എന്നാണ് ഇപ്പോൾ രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരെയും മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ നമ്മുടെ ഒപ്പം കൂടിയ വ്യക്തിയാണ് അദ്ദേഹം. അന്ന് തന്നെ ഞങ്ങളുടെ ജീവിതം ഒരുപാട് മാറി. ഒത്തിരി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പുള്ളിയാണ് ഞങ്ങളെ അന്ന് സഹായിച്ചത്. ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നാണ് രാജലക്ഷ്മി ചോദിക്കുന്നത്. ജന്മം കൊണ്ട് അച്ഛനല്ലെങ്കിലും സ്നേഹം കൊണ്ട് അവരുടെ അച്ഛനേക്കാളും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഗംഗ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പുള്ളിയെ കാണുന്നത്. കുറെ നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നത്. 2ാമത്തെ മകള് ഗർഭിണിയായിരുന്ന സമയത്താണ് ദാ വരുന്നു എന്ന് പറഞ്ഞ് ആദ്യ ഭർത്താവ് പോകുന്നത്. പക്ഷേ എന്റെ മനസ്സിൽ ഒരിക്കലും ചാവണമെന്ന് തോന്നിയിട്ടില്ല. മക്കളെ എങ്ങനെയെങ്കിലും വളർത്തണമെന്നും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നതായിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വരികയായിരുന്നു. പോലീസുകാർ അന്ന് ഒരുമിപ്പിച്ചു. പക്ഷേ വീണ്ടും തരികിട കാണിച്ച് അയാൾ പോയി. ഇനി ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ നേരിട്ട് എഴുതി കൊടുക്കുകയായിരുന്നു. മക്കളെയും കൊണ്ട് കടത്തിണ്ണയിൽ കിടന്നപ്പോൾ ജീവിതത്തിൽ ആരുമില്ലാതെ കുറെ തെരുവ് പട്ടികൾ മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. ഇന്നും ആ തെരുവ് പട്ടികൾക്ക് അതുകൊണ്ടാണ് ആഹാരം കൊടുക്കുന്നത്. എത്രയോ നല്ല 2 അച്ഛനമ്മമാർ ഉണ്ടാകുമെന്നും അതൊന്നും ലോകത്ത് ആരും അറിയുന്നില്ലെന്നും ഇന്ന് തന്റെ ജീവിതം വളരെയധികം മാറിയിരിക്കുകയാണ് എന്ന് വിഷമത്തോട് കണ്ണീരോട് കൂടിയാണ് രാജലക്ഷ്മിയും ഗംഗയും ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത്.